നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തൃക്കൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പള്ളിവാളേന്തി ജഗദംബിക കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിമനോഹരമായൊരു ചുറ്റുപാടിൽ പ്രകൃതി രമണീയമായൊരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വഴിപാടുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. കാര്യസിദ്ധി പൂജയും മതിക്കുന്ന് പൊങ്കാലയുമൊക്കെ പ്രശസ്തമാണ്. അങ്ങനെയുള്ള ഈ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെ കുടികൊള്ളുന്ന ആ അമ്മയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയായി തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതിമനോഹരമായ ഗ്രാമാന്തരീക്ഷത്തിൽ ഉയരമേറിയ ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ഭൂമിയിൽ ദേവീ ചൈതന്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഈ ക്ഷേത്രവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായത് അടുത്ത കാലത്താണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരമമായ അറിവിനെ സ്വായത്തമാക്കിയ ജ്ഞാനികൾ വസിച്ചിരുന്ന ഒരു പുണ്യഭൂമിയായിരുന്നു എത്രേ ഇത്. അതിനാലാവണം ബുദ്ധിയുടെ പര്യായപദമായ മതി ഈ ദേശനാമത്തിനോട് ചേർന്ന് വന്നത്. അങ്ങനെയാണ് ഇവിടം മതിക്കുന്ന് എന്നറിയപ്പെട്ടത് എന്നൊക്കെ അനുമാനങ്ങളുണ്ട്. പണ്ട് കാലത്ത് വേദമന്ത്രങ്ങളെ ഉപാസിച്ചവരും ഈ ഭൂമിയിൽ വസിച്ചിരുന്നു. ലളിതവും സുന്ദരവുമായ ഈ ഗ്രാമവും ഈ പ്രദേശവുമെല്ലാം പ്രഥമ കാഴ്ചയിൽ തന്നെ ഒരു തപോഭൂമിയുടെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാക്കുന്നുമുണ്ട്. അഷ്ടമംഗല്യ പ്രശ്നത്തിലും ഈ പുണ്യഭൂമിയുടെ മഹാത്മ്യം പ്രകടമായിരുന്നു അത്രേ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആത്മജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ഋഷീശ്വരന്മാർ തപസ്സനുഷ്ഠിച്ച ഈ പുണ്യഭൂമിയിൽ ആ തപോധനന്മാർ ആരാധിച്ചു വന്ന ദേവീ ചൈതന്യം പൂർണ്ണകലകളോടുകൂടി പ്രകടമായിരുന്നുവെന്നും പിന്നീട് ആ ദേവീ ചൈതന്യത്തെ ബ്രാഹ്മണർ ആരാധിക്കുവാൻ തുടങ്ങിയെന്നും വിശ്വസിക്കുന്നു. അങ്ങനെ കുറച്ചു കാലം പൂജാതി കർമ്മങ്ങൾ നടന്നുവന്നു. പിന്നീട് ഈ കുടുംബങ്ങൾ ക്ഷയിക്കുകയും കാലക്രമേണ ഏതോ ഒരു പ്രകൃതിക്ഷോഭത്തിൽ ഈ പരിസരവും ക്ഷേത്രവുമൊക്കെ നാശനഷ്ടങ്ങൾക്ക് വിധേയമായി തീർന്നു. പിന്നീട് കുറച്ചു കാലം ക്ഷത്രിയർ പരിപാലിച്ചു പോന്ന ക്ഷേത്രം ദേവീഭക്തരുടെയും നാട്ടുകാരുടെയും ഒക്കെ സംരക്ഷണയിൽ ആയി മാറുകയും ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ നടത്തി ആരാധനയൊക്കെ തുടങ്ങി. അങ്ങനെ 1988-89 കാലഘട്ടത്തിൽ ഇവിടെ ഒരു അഷ്ടമംഗല്യ പ്രശ്നം നടക്കുകയും ക്ഷേത്രം പുതുക്കിപ്പണിയണം എന്ന ആവശ്യം അതിൽ കാണുകയും ചെയ്തു. തുടർന്ന് ഭക്തജനങ്ങളുടെ പിന്തുണയോടുകൂടി ക്ഷേത്രം പുനർനിർമ്മിച്ചു. ജാതിമതഭേദമന്യേ ഏവരും അതിനായി പ്രയത്നിച്ചു. 1996 പുനഃപ്രതിഷ്ഠ നടന്നു. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിലെ നിർമ്മിതികളെല്ലാം തന്നെ നൂതനമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്ന ഏതൊരു ഭക്തനും ഇങ്ങോട്ട് പ്രവേശിക്കാം എന്നതാണ്. ജാതി മത വർഗ വ്യത്യാസങ്ങളില്ലാതെ സർവരും ഇവിടെ ദേവീ ഭക്തന്മാർ എന്ന ഏകഭാവം കൈവരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവീ വിഗ്രഹവും ശ്രീകോവിലും സമർപ്പിച്ചത് ക്രൈസ്തവനായ ഒരു ദേവീ ഭക്തനാണെങ്കിൽ ഉപദേവതയായ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്ര സമർപ്പണം നടത്തിയത് മുസൽമാനായ ഒരു ദേവീ ഭക്തനാണ് എന്നത് ശ്രദ്ധേയമാണ്. സർവമത സാഹോദര്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണിത്. പാലിയം ഗ്രൂപ്പ് ദേവസ്വം ക്ഷേത്ര സംരക്ഷണത്തിനും ഭരണത്തിനുമായി ക്ഷേത്രക്ഷേമ സമിതിക്ക് നൽകിയ ഭൂമിയിലാണ് സമിതി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളായി ഭരണം നടത്തിപ്പോരുന്നത് ക്ഷേത്രക്ഷേമ സമിതിയാണ്. ക്ഷേത്രത്തിനു മുൻപിലായി സ്ഥിതി ചെയ്യുന്ന കുളം അതിവിശാലവും അതിമനോഹരവുമാണ്. നാലമ്പലത്തിനകത്ത് മനോഹരമായ ശ്രീകോവിലിനുള്ളിൽ മതിക്കുന്നിലമ്മയായി ജഗദംബിക പരിശോഭിക്കുന്നു. ചതുർഭുജങ്ങളിൽ ദിവ്യായുധങ്ങളേന്തി ശിവപുത്രിയായ ജഗദംബിക ഒരു തൃക്കാൽ മടക്കി ഒരു തൃക്കാൽ താഴോട്ട് നിവർത്തി ഇരിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. അനേകം തിരുനാളങ്ങളുടെയും സുവർണഹാരങ്ങളുടെയും പ്രഭാപൂരത്തിൽ പരിലസിക്കുന്ന ദേവീ വിഗ്രഹത്തിൻ്റെ ആ ചൈതന്യം
വാക്കുകൾക്ക് അപ്പുറത്താണ്. കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പോകുന്ന ചാരുത ഈ ശ്രീകോവിലിൽ നിന്ന് പ്രവഹിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്. വളരെ ചെറിയ നാലമ്പലമാണ്. നാലമ്പലത്തിന് പുറത്ത് അതിവിശാലമാണ്. നാലമ്പലത്തിനകത്ത് ഗണപതി ഉപദേവതയായി കുടികൊള്ളുന്നു. നാലമ്പലത്തിന് പുറത്ത് വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, വേട്ടയ്ക്കരൻ എന്നീ ഉപദേവതമാരും, ചുറ്റുമതിലിന് പുറത്ത് മുത്തപ്പൻ, സർപ്പക്കാവ്, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകളും വടക്ക് ഭാഗത്ത് ഗുരുതിത്തറയും ഇവിടെയുണ്ട്. കൂടാതെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന അതിവിശിഷ്ടമായൊരു പൂജയാണ് കാര്യസിദ്ധി പൂജ. ലളിത സഹസ്രനാമ സ്തോത്ര ജപത്തോടെയുള്ള ഈ പൂജയുടെ ഫലസിദ്ധി വളരെ പ്രശസ്തമാണ്. അതിനാൽ തന്നെ പല ദേശങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങൾ ഈ പൂജയിൽ പങ്കുകൊള്ളുവാനായി ഈ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും രാവിലെ 10:30 മുതൽ 12 വരെയാണ് കാര്യസിദ്ധി പൂജ നടക്കുന്നത്. സന്താനലബ്ധി, ഉദ്യോഗലബ്ധി, മംഗല്യഭാഗ്യം, ശത്രുദോഷ നിവാരണം, മനസുഖം, ശരീരസൗഖ്യം എന്നിങ്ങനെ ഒത്തിരി ഉദ്ദിഷ്ട കാര്യങ്ങൾ ഈ പൂജയിലൂടെ സാധിക്കുന്നു എന്ന് ഭക്തന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. വ്യക്തികളുടെ പേരിൽ മാത്രമല്ല, കുടുംബത്തിൻ്റെയും കച്ചവട സ്ഥാപനത്തിൻ്റെയും വാഹനത്തിൻ്റെയും ഒക്കെ പേരിൽ ഈ പൂജ നടത്താവുന്നതാണ്. കുറഞ്ഞത് 21 ആഴ്ചയെങ്കിലും പൂജ നടത്തേണ്ടതാണ്. വ്രതാനുഷ്ഠാനവും പൂജയിൽ പങ്കെടുക്കുന്നവർ ആചരിക്കേണ്ടതാണ്. പൂജയുടെ പ്രസാദമായി ലഭിക്കുന്ന നാണയവും മഞ്ഞൾപ്പൊടിയും വേർതിരിച്ച് സൂക്ഷിക്കുന്നു. നാണയത്തിൽ ഒന്ന് ദേഹരക്ഷയ്ക്കായി കയ്യിൽ സൂക്ഷിക്കാം. മറ്റുള്ളവ പൂജാമുറിയിലും ഗൃഹത്തിലും തൊഴിൽ സ്ഥാപനത്തിലുമൊക്കെ സ്ഥാപിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി കുറി തൊടുകയും സേവിക്കുകയും ചെയ്യുന്നു. കുരുതി വഴിപാട്, നിറമാല, ചുറ്റുവിളക്ക്, പൂമൂടൽ, അർച്ചനകൾ എന്നിങ്ങനെ വേറെയും നിരവധി വിശിഷ്ട വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. മകരമാസത്തിലെ അത്തം നാൾ ദേവിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നു. മതിക്കുന്ന് വേല മഹോത്സവം, മതിക്കുന്ന് പൂരം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. വേല മഹോത്സവത്തിന് മുന്നോടിയായി തട്ടകത്തെ ദേശങ്ങളിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളിപ്പ് അഥവാ ദേശപ്പറ നടക്കുന്നു. വേല കഴിഞ്ഞ് പിറ്റേ ദിവസം വലിയ ഗുരുതിക്ക് ശേഷം 7 ദിവസം ക്ഷേത്രം അടച്ചിടുന്നു. പിന്നീട് ആ നട തുറക്കുന്ന ദിവസം നട തുറപ്പ് പൊങ്കാല മഹോത്സവമായി ഇവിടെ ആഘോഷിക്കുന്നു. മതിക്കുന്ന് പൊങ്കാല വളരെ പ്രശസ്തവുമാണ്. മകരത്തിലെ മകം നക്ഷത്രത്തിൽ സർപ്പബലി നടക്കാറുണ്ട്. വൃശ്ചികത്തിലെ തൃക്കാർത്തിക കാർത്തിക വിളക്ക് മഹോത്സവമായി ഇവിടെ ആഘോഷിക്കുന്നു. നവരാത്രി മഹോത്സവം, രാമായണ മാസാചരണം, കർക്കടകത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, തൃപ്പുത്തരി, ആനയൂട്ട്, ഗജപൂജ, പിന്നെ മണ്ഡലമാസാചരണം, പിന്നെ മണ്ഡലമാസം അവസാന ദിവസം ശാസ്താവിന് നടക്കുന്ന നെയ്യഭിഷേകം എന്നിവയും മറ്റ് വിശേഷ ദിവസങ്ങളും ചടങ്ങുകളുമൊക്കെയാണ്. കൂടാതെ തുലാമാസത്തിലെ 2-ാം ശനിയാഴ്ച വേട്ടയ്ക്കരൻ പാട്ടും വൃശ്ചികത്തിലെ അവസാന ദിവസം കളമെഴുത്തുപാട്ടും ഇവിടെ നടക്കാറുണ്ട്. അതീവ വൃത്തിയായി ഭംഗിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവീക്ഷേത്രമാണിത്. ശക്തി ചൈതന്യത്തിൻ്റെ അനന്തസ്ഫുരണങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സും ആത്മാവും അറിഞ്ഞു തുടങ്ങുന്നുണ്ട് എന്നത് സത്യമാണ്. ലാളിത്യം നിറഞ്ഞ ചൈതന്യവത്തായ ഈ ദേവീക്ഷേത്രം അതിമനോഹരമായ ഒരു ദിവ്യാനുഭവം തന്നെയാണ്. പള്ളിവാളേന്തി ജഗൽജനനി കുടികൊള്ളുന്ന പുണ്യഭൂമികൾ ഏറെ പ്രിയപ്പെട്ടതാണ്. അമ്മയുടെ ദിവ്യമംഗള സ്വരൂപം ഹൃദയത്തിൽ നിറയ്ക്കാറുള്ളത് എപ്പോഴും ശക്തിയും ഊർജവും ധൈര്യവുമാണ്. ഒരമ്മയുടെ വാത്സല്യം പ്രവഹിപ്പിക്കുന്ന ശക്തി ചൈതന്യ ഭൂമികളിൽ നിന്നും എപ്പോഴും പിന്തിരിഞ്ഞ് നോക്കിയാണ് തിരിച്ചിറങ്ങാറുള്ളത്. മതിക്കുന്നിൽ അമ്മയായി ഈ പുണ്യഭൂമിയിൽ വാണരുളുന്ന ജഗൽ ജനനിയുടെ പാതാരവിന്ദങ്ങൾക്ക് ഉച്ചരിച്ച എല്ലാ വാക്കുകളും അർച്ചനയായി മാറട്ടെ. അമ്മയുടെ ആ കേശാദിപാദം ഹൃദയാന്തർഭാഗത്ത് എപ്പോഴും നിറയട്ടെ. ഭദ്രേ രുദ്രേ മഹാകാളി മതികുന്നിൽ വാഴുമമ്പേ സർവശക്തി സ്വരൂപിണി
ഭവൽപാദം നമാമ്യഹം. മതിക്കുന്നിൽ അമ്മയായി വാഴുന്ന ഭഗവതി നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.